പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ കൂടുതൽ അടുത്തറിയാൻ, ഈശോയുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് ആ വിശ്വാസത്തിൽ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാൻ, ഈശോയുള്ള സ്നേഹത്തിൽ വളരാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് അടക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈശോയുടെ വചനങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ച് ഏറ്റവും പ്രധാനമായും ഈശോയിലൂടെ നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ പോലെ, വിശുദ്ധ തോമാസ് സ്ലീഹയെ പോലെ അത് കർത്താവാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയാൻ, അത് പ്രഖ്യാപിക്കാനുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞ് സ്നേഹിച്ച് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ശുശ്രൂഷ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, തിരുസഭ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. വിശ്വാസത്തിൻ്റെ അനുസരണം, ദി ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയാം. അതായത് ഞാൻ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അനുസരിക്കുകയും കൂടെ ചെയ്യാം. ഏതോ ഒരു എപ്പിസോഡിൽ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുക എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതിനെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. ഐ ബിലീവ് മീൻസ് ഐ ഹോൾഡ് ഓൺ ടു വാട്ട് ഐ ബിലീവ്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിശ്വസിക്കുന്ന എൻ്റെ ഈശോയെ മുറുകെ പിടിക്കുന്നു. അതിൻ്റെ മറ്റൊരു മാനമാണ്, മറ്റൊരു ഭാഷ്യം അല്ലെങ്കിൽ മറ്റൊരു സൈഡാണ് ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ ഞാൻ അനുസരിക്കുന്നു എന്നുള്ളത്. അതാണ് സഭ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരിക, വിശ്വാസത്തിൻ്റെ അനുസരണം, ദി ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ആ ഒരു മേഖലയിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം, ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും അതൊന്ന് ഫോളോ ചെയ്യുകയും പിന്നീട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പരിശ്രമിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 185 പാരഗ്രാഫിലാണ് നമ്മളിങ്ങനെ വായിക്കുക, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ മുറുകെ പിടിക്കുന്നു. അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ അനുസരിക്കുന്നു. ഇപ്പം നമ്മളോട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ മാതാപിതാക്കളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളോട് പറയാറില്ലേ, മക്കളെ ഞാൻ പറയുന്നത് അനുസരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നുണ്ടാകാം. അനുസരിക്കണമെങ്കിൽ ബേസിക്കായിട്ട് എന്താ ചെയ്യുക? അനുസരിക്കണമെങ്കിൽ എന്നോടിത് പറയുന്ന ആളെ ഞാൻ വിശ്വസിക്കണം. ഒപ്പം തന്നെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഞാൻ അയാളെ സ്നേഹിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഒരാളെയാണ് എനിക്ക് കൂടുതലും അനുസരിക്കാൻ എളുപ്പം. ഇപ്പോൾ ഒരു കുഞ്ഞുമക്കളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യുവജനങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ മൂത്തവരെയോ ഒക്കെ അനുസരിക്കാൻ നമുക്ക് പറ്റുന്ന എപ്പോഴാണ്? അവർ പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, ബിലീവ് ചെയ്യുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. മാത്രമല്ല നമ്മളവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അനുസരണം എളുപ്പമാകുക. ഇതേ കാര്യമാണ് നമ്മുടെ ആത്മീയ മേഖലയിൽ ഈശോയോടുള്ള വിശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുക? ഞാൻ ഈശോയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് പ്രധാനപ്പെട്ട കൽപ്പന കൊടുക്കുക. 10 കൽപ്പനകളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഈശോയുടെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? അപ്പോൾ ഈശോ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്ത് വായിക്കുന്നു? അപ്പോൾ ആ വായന, ആ കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമാവർത്തന 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നില്ലേ, ഇസ്രായേലെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സംസാരിക്കുന്നു, അത് ഞാൻ എൻ്റെ ചെവി കേൾക്കുന്നു എന്നല്ല. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളോടോ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ പറയില്ലേ, ഞാൻ പറയുന്നൊന്ന് കേട്ടേ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുമ്പം എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക എന്നുള്ളല്ലോ, അങ്ങനെയല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്നത് അനുസരിക്കുക എന്നാണ്. അപ്പോൾ ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ്, ഇസ്രായേലെ കേൾക്കുക. ഹിയർ ഓ ഇസ്രായേൽ, കർത്താവിനെ കേൾക്കുക, കർത്താവിനെ അനുസരിക്കുക എന്നാണ്. പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, വിശ്വാസം നമുക്കുണ്ടാവുന്നത് കേൾവിയിൽ നിന്നാണ്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. സോ ഈശോയെ നമ്മൾ കേൾക്കുമ്പോഴാണ് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം വളരുക. കേൾക്കുക എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയല്ല, കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ അനുസരണം എളുപ്പമായി, അനുസരണം ഉണ്ടെങ്കിൽ വിശ്വാസം എളുപ്പമായി. പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് പഴയ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ഈശോ പറയുന്ന അനുസരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വചനം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും വിശ്വാസം അല്ല കുറഞ്ഞു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് സ്നേഹം കുറഞ്ഞു പോകുന്നു.
ഈശോയിലുള്ള വിശ്വാസത്തിന് എവിടെയും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ലൈഫിൻ്റെ ഓരോ ദിവസത്തെയും ഗ്രാഫ് എടുക്കുമ്പോൾ പഴയതുപോലെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ എനിക്ക് വചനം അനുസരിക്കാൻ പറ്റുന്നില്ല. കുറഞ്ഞു പോയത് വിശ്വാസമല്ല, കുറഞ്ഞു പോയത് ഈശോയോടുള്ള അനുസരണമല്ല, കുറഞ്ഞു പോയത് ഈശോയോടുള്ള സ്നേഹമല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാവുന്നൊരു വചനമില്ലേ, വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ട്, അത് പോയി. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം പോയെന്നല്ല പറയുക, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനുസരണം നഷ്ടപ്പെട്ടു എന്നല്ല പറയുക, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം പോയി. സ്നേഹം പോയാൽ അനുസരണ കുറയും, അനുസരണം കുറഞ്ഞാൽ വിശ്വാസം കുറയും. അപ്പം കേൾക്കണം. ഈശോയെ അനുസരിക്കുന്നിടത്താണ് ഈശോയിലുള്ള വിശ്വാസം നമുക്ക് വളരുക. അതുകൊണ്ടാണ് സഭ നമ്മുടെ ഉപയോഗത്തിൽ പഠിപ്പിച്ചു തരിക വിശ്വാസത്തിൻ്റെ അനുസരണം, ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഞാൻ ഈശോയെ അനുസരിക്കുന്നതും ഞാൻ ഈശോയെ വിശ്വസിക്കുന്നതും ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതും ഒക്കെ എൻ്റെ ഫെയ്ത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. എൻ്റെ വിശ്വാസം ഞാൻ ഈശോയുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രകടനങ്ങളാണ്. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേനും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വപിതാവായ അബ്രഹാം. മറ്റ് എക്സാമ്പിൾസൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും വിശ്വാസത്തെക്കുറിച്ച് ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് കാറ്റഗിസം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. എങ്ങനെ? കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞൊരു സറണ്ടർ നടത്തുകയാണ്. സറണ്ടർ നടത്തുക എന്ന് വെച്ചാൽ ഇനി നീ പറയുന്നത് ഞാൻ കേട്ടോളാം. പരിശുദ്ധമ്മ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊടുവിൽ ഇതാ ദൈവത്തിൻ്റെ ദാസി ആമേൻ ഫിയാത്ത് പറയുന്ന സമയത്ത് ഒരനുസരണമാണ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഇനി കേൾക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുസരിക്കാം, നീ എനിക്ക് വേണ്ടി എല്ലാം നല്ലതൊരുക്കും, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ, ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു സ്നേഹത്തിൽ ഒരു സറണ്ടർ നടത്തുകയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഒരു സറണ്ടർ കണ്ടിട്ടാണ് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ എലിസബത്ത് ഇങ്ങനെ പറയുക, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? അനുസരണം വേണം, സ്നേഹം വേണം. ഈശോ അരുളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി മാറുക. പരിശുദ്ധ അമ്മയെക്കുറിച്ചല്ല നമ്മളിന്ന് ചിന്തിക്കാൻ പോവുക. നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ഉദാഹരണമായ വലിയൊരു വിളക്കായിട്ടുള്ള പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മൾ ഈശോയിലുള്ള വിശ്വാസത്തെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവ്വപിതാവായ അബ്രഹാം എങ്ങനെ വിശ്വസിച്ചു. നമ്മളെപ്പോലെ തന്നെ ലൈഫിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ തന്നെ അരക്ഷിതാവസ്ഥകൾ ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ തന്നെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന, വിശ്വാസത്തെ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വൈ ഡു യു ബിലീവ് എന്ന് ചോദിക്കാൻ മാത്രം സാഹചര്യങ്ങൾ അബ്രഹാമിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. കാരണം പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്. ഒരു അത്ര ഉറപ്പുള്ള കാര്യത്തിലേക്കാണോ കാലെടുത്ത് വെച്ചത് അറിയില്ല. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിങ്ങനെ ചില സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നുമുണ്ട്. ഈശോയെ അനുസരിച്ചാൽ ശരിക്കും അത്രയ്ക്കങ്ങ് അനുസരിച്ച് എനിക്ക് അനുഗ്രഹം കിട്ടുമോ എന്നുള്ളൊരു സംശയം മുമ്പിലുണ്ട്. അല്ല, ഈ ഈശോയെ അനുസരിക്കാത്ത, വചനം കേൾക്കാത്ത ആളുകൾക്ക് അവരുടേതായ രീതിയിലൊക്കെ അവർ ജീവിക്കുന്നില്ലേ, അവർ തെറ്റുകളിലൊക്കെ ജീവിക്കുന്നില്ലേ, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ ഈ വിശ്വാസത്തെ നമ്മൾ സംശയിച്ചു പോയേക്കാം. അങ്ങനെ ഒരു 100 സാഹചര്യങ്ങൾ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അബ്രഹാം അനുസരിച്ചു. സഭ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു മോഡാണ് അനുസരണം, ദ ഫെയ്ത്ത് ഓഫ് ഒബീഡിയൻസ്. വിശ്വാസത്തിൻ്റെ അനുസരണം എന്നൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഈ അബ്രഹാമിൻ്റെ ലൈഫൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുക. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൻ്റെ 144-ാമത്തെ പാരഗ്രാഫിലാണ് നമ്മളിതിങ്ങനെ വായിക്കുക. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ അനുസരണം. ഞാനൊന്ന് അത് വായിക്കുക. എങ്ങനെയാണ്? 144-ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്, വിശ്വാസത്തിൽ അനുസരിക്കുക. അതിനകത്ത് ലത്തീൻ പ്രയോഗം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, ഒബ് ഔദീരെ. അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഇങ്ങനെയാണ്, ശ്രവിക്കുക, കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, നിങ്ങളത് കേൾക്കണം. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന് വെച്ചാൽ അനുസരിക്കും. സോ ഫെയ്ത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ തത്വങ്ങളിലല്ല, നമ്മുടെ തിയറികളിലല്ല. ഫെയ്ത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അനുസരണത്തിലൂടെയാണ്. അനുസരണം എന്ന് വെച്ചാൽ കേൾവി, കർത്താവ് പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ഓബ് ഔദീരെ, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കർത്താവ് പറയുന്നത് കേൾക്കണം, അനുസരിക്കണം. ആ അനുസരണത്തിലാണ് സ്നേഹം പ്രകടമാകുക. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കും. ശിഷ്യന്മാരാണ് ആരാണ്? ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. കർത്താവിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ട്, കർത്താവിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കേൾക്കണം,
ഒബേ ചെയ്യണം, അനുസരിക്കണം. അതാണ് സഭ വളരെ വളരെ ആധികാരികതയോടുകൂടി, ഇല്ലെങ്കിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് വിശ്വാസത്തിൽ അനുസരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇങ്ങനെയല്ലേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. എന്ന് വെച്ചാൽ കേട്ട വചനത്തോട് ഞാനങ്ങ് സറണ്ടർ ചെയ്യുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഐ ഒബേ, ചോദ്യങ്ങളില്ല. അവിടെയാണ് ഈ സ്നേഹം പ്രകടമാകുക. നിയമാവർത്തന പുസ്തകം 6:4 തുടർന്നിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസ്രായേലെ കേൾക്കുക, കൽപ്പന ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടുകൂടി സ്നേഹിക്കണം. ഈ സ്നേഹിക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് കേൾക്കണം. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഈ വിശ്വാസം പ്രകടമാക്കുന്നത് സ്നേഹത്തിലാണ്. സ്നേഹിക്കുമ്പോൾ നമ്മൾ അനുസരിക്കുന്നു, ആ അനുസരണത്തിലാണ് നമ്മുടെ വിശ്വാസം പ്രകടമാകുക. ഇതാണ് സ്നേഹത്തിൻ്റെ അനുസരണവും വിശ്വാസത്തിൻ്റെ അനുസരണവും. വിശ്വാസ ജീവിതം യഥാർത്ഥ വിശ്വാസ ജീവിതമായി മാറുന്നത് ഈ അനുസരണത്തിലാണ്. ഫെബ്രുവരിക്കുള്ള ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം ഒന്നെടുത്ത് എൻ്റെ 8-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക. അവിടെയാണ് നമ്മൾ ഈ സഭ മുമ്പേ പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ വിശ്വാസം, ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, അനുസരണത്തിൻ്റെ വിശ്വാസം, വിശ്വാസത്തിലുള്ള ഒരു അനുസരണം നമ്മൾ കാണുക. 11-ാമത്തെ അധ്യായം 8-ാം വാക്യം ഫെബ്രുവരിക്കുള്ള ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹി ഒബൈഡ്. എങ്ങനെ? വിശ്വാസം ഉള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ ആ വിശ്വാസം ഞാൻ പ്രകടമാക്കുന്നത് എങ്ങനെയാണ്? അനുസരണത്തിലൂടെയാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറയുകയും വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ പ്രമാണങ്ങളും ഞാൻ ഏറ്റു പറയുകയും പഠിക്കുകയും പ്രൊക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുക. അതിനേക്കാൾ അപ്പുറമായിട്ട് അനുസരിച്ചില്ലെങ്കിൽ ഈ ഏറ്റു പറയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത കുറയും. വിശ്വാസം അനുസരണത്തിലൂടെയാണ് പ്രകടമാകുക. തന്നെ വിളിച്ചൊരു സ്ഥലത്തേക്ക്, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ദൈവം കൽപ്പന കൊടുക്കുന്ന സമയത്ത് വിശ്വാസം മൂലം അബ്രഹാം അത് അനുസരിച്ചു. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ഒരു സറണ്ടർ നടത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതം മുഴുവൻ സമർപ്പിക്കുക. അബ്രഹാം ചെയ്ത എങ്ങനെയാണ്? 11-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. നോക്ക്, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവൻ പ്രതിഷ്ഠിച്ചു, വിശ്വാസം പ്രകടമാക്കി. കർത്താവ് എനിക്ക് വേണ്ടി നല്ലതാണ് ഒരുക്കുന്നത്, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്നുള്ള ആ ഒരൊറ്റ ബോധ്യത്തിൽ എല്ലാം സമർപ്പിക്കുകയാണ്. അബ്രഹാം നമ്മുടെ മുമ്പിൽ ഇതാ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നു. വിശ്വാസം മൂലം തനിക്കുണ്ടായിരുന്നതെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം സമർപ്പിച്ചെങ്കിൽ അബ്രഹാം ശരിക്കും സമർപ്പിക്കുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. ഇതാ നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, അരക്ഷിതമായൊരവസ്ഥ, അറിയത്തില്ലാത്തൊരു സ്ഥലം, വലിയ പരിചയമില്ലാത്ത ആളുകൾ, എല്ലാം സമർപ്പിക്കുന്നു. അതിനേക്കാൾ മുകളിലുള്ളൊരു സമർപ്പണമാണ് ദൈവം വാഗ്ദാനം ചെയ്ത് ദൈവം സമ്മാനമായി തന്ന ജീവൻ അല്ല, ജീവന്റെ ജീവനായ സ്വന്തം മകൻ ഇസഹാക്കിനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം ഇങ്ങനെ ഒരു പകലിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്, ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് കുഞ്ഞ്, അപ്പ ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ? അബ്രഹാമിന്റെ ഒരു വലിയ വിശ്വാസത്തിൽ, സ്വന്തം സമർപ്പണത്തിൽ, ഇതുവരെ ദൈവം പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചെങ്കിൽ, ആ ദൈവത്തെ ഞാൻ സ്നേഹിച്ചെങ്കിൽ അവൻ എനിക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യും, അവനെല്ലാം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസം. യാഹ്വേ ഈരെ, ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ദൈവം തരുമെന്ന് മകനോട് ആ വിശ്വാസം പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ദൈവം എല്ലാം തന്നോളുമെന്ന് തന്നെ അബ്രഹാം വിശ്വസിച്ചു. അതൊരു സറണ്ടറാണ്, അതൊരു സമർപ്പണമാണ്. ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ, വിശ്വാസം ശിഥിലീകരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, വിശ്വസിച്ചത് തന്നെ അബദ്ധമായി പോയോ, ഇത് വേണ്ടായിരുന്നു എന്ന് ചോദ്യം ഉള്ളിൽ വരുന്ന സമയങ്ങളിൽ അബ്രഹാം വിശ്വസിച്ചു. നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു ഫെയ്ത്ത് ലൈഫിൽ, നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ഈ ജീവിതം. ഈ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിൽ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സമയങ്ങളെല്ലാം അദ്ദേഹം വിശ്വസിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഈ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ഒരു നീതീകരണം, വിശ്വാസത്തിലൂടെ കിട്ടുന്ന ഒരു ഗ്രേറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക, നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തിയിട്ടു. പ്രതീക്ഷിക്കാൻ യാതൊരുവിധ സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. മുമ്പേ പറഞ്ഞില്ലേ, സ്നേഹത്തോടെയുള്ള ഒരു അനുസരണം, അനുസരണത്തിലൂടെ വളരുന്നൊരു വിശ്വാസം. അബ്രഹാമിന് വേറൊരു വിശ്വാസത്തിന്റെ ലെവൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. പ്രതീക്ഷിക്കാൻ യാതൊരുവിധ സാധ്യത ഇല്ലാതിരുന്നപ്പോഴും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു.
അനുസരണത്തോടെ വിശ്വസിച്ചു, സ്നേഹത്തോടെ വിശ്വസിച്ചു. മാത്രമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദൈവമേ എൻ്റെ മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കൺമുമ്പിൽ ഒരു ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങയുടെ വാഗ്ദാനം ഞാൻ സ്വീകരിക്കുന്നു, വചനം ഞാൻ അനുസരിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഐ ബിലീവ് യു. പക്ഷെ നമ്മളൊക്കെ ചങ്ക് പൊട്ടി ചില സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും, കർത്താവ് പക്ഷെ ഞാൻ ചോദിച്ചതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. സ്റ്റിൽ ഐ ബിലീവ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ അനുസരിക്കാം, വചനം അനുസരിച്ച് ഞാൻ ജീവിക്കാം. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലെ ഈ റിയാലിറ്റികളിൽ എൻ്റെ മുമ്പിൽ വാതിലുകൾ ഒന്നിനും പുറകെ ഒന്നായി കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ, പ്രതീക്ഷിച്ചതെല്ലാം തകർന്ന് കൺമുമ്പിൽ വീഴുമ്പോൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക്, എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ ഒരു അസന്ദിഗ്ധാവസ്ഥ, ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മളൊക്കെ നിൽക്കേണ്ടി വരും. അവിടെ ആ ഒരു വെളിച്ചം കാണിക്കുക. നീ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഈശോയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എപ്പോൾ? പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരു സമയത്തും, ഒരു സാധ്യതയില്ലാതിരുന്നൊരു സമയത്തും, ഇൻ യുവർ അറ്റ്മോസ്റ്റ് ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, യു കണ്ടിന്യൂ ടു ബിലീവ്, യു കണ്ടിന്യൂ ടു ഒബേ, യു കണ്ടിന്യൂ ടു ലവ്. ഈശോയെ സ്നേഹിക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും ഏറ്റവും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലും പ്ലീസ് കണ്ടിന്യൂ. കർത്താവ് തീർച്ചയായിട്ടും റിസൾട്ട് കൊടുക്കുന്നുണ്ട് അബ്രഹാമിന്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 17-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട്, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു എന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഹിസ് ഫെയ്ത്ത് വാസ് നോട്ട് വീക്കൻഡ്. പ്രതീക്ഷയില്ല, എന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. സാധ്യതയില്ല, എന്നിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ തയ്യാറാകാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചാണ്. യോഹന്നാൻ സ്ലീഹയെ പോലെ എൻ്റെ ദൈവമാണിത്, എൻ്റെ കർത്താവാണ്, അത് കർത്താവാണെന്ന് ഏറ്റു പറയാനുള്ള ഒരു ധൈര്യവും വിശ്വാസവും നമ്മുടെയൊക്കെ ഉള്ളിൽ ഉള്ളപ്പോഴും ഈ കുഞ്ഞു ജീവിതത്തിൽ 100 കണക്കിന് പ്രതിസന്ധികളെ നമ്മളിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അബ്രഹാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്, അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. കാരണം എന്താണെന്നറിയോ? വിശ്വാസം ദുർബലമാകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? സ്നേഹം അതിന് മുകളിൽ നിൽക്കുകയാണ്, അനുസരണം അതിന് മുകളിൽ നിൽക്കുകയാണ്, ട്രസ്റ്റ് അതിന് മുകളിൽ നിൽക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ല, എനിക്ക് ഈശോയെ വേണ്ട. നോ, ഞാൻ ചോദിച്ചതിന് എനിക്ക് കൃത്യസമയത്ത് ഉത്തരം കിട്ടില്ല, അതുകൊണ്ട് ഐ നോ മോർ ട്രസ്റ്റ് ഹിം. ഞാനിനി ഈശോയെ മുറുകെ പിടിക്കില്ല. നോ, എത്ര സാധ്യത കെട്ടൊരു സമയത്തും, എത്ര ഇരുട്ട് അതിൻ്റെ ആധിക്യം കൂട്ടുമ്പോഴും എൻ്റെ വിശ്വാസം ദുർബലമാവുന്നില്ല. ചോദ്യങ്ങൾ അനവധിയാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ 100 കണക്കിനാണ്. പക്ഷെ എൻ്റെ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസം ദുർബലമാവില്ല. കാരണം എന്താണ്? അതിന് മുകളിലാണ് എൻ്റെ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മുടെ സ്നേഹം ഓർത്തേക്കണം. നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കുറയുന്നത്. ഈശോയെ നിങ്ങൾക്ക് അറിയാം, വചനം വായിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, ഇതുപോലെയുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകാനുള്ള സാധ്യതകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെ എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് വിശ്വാസമല്ല, കുറഞ്ഞത് സ്നേഹമാണ്. അവൻ്റെ വിശ്വാസം ദുർബലമായില്ല എന്നുള്ളത് നമുക്കിങ്ങനെ വായിക്കാം. അബ്രഹാമിൻ്റെ സ്നേഹം ദുർബലമായില്ല. എന്ത് സംഭവിച്ചാലും എന്നെ ഇവിടുന്ന് ഇറക്കിയവൻ പറഞ്ഞെടുത്ത് എന്നെ എത്തിച്ചിരിക്കും. ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ എത്തേണ്ട അടുത്ത്, കർത്താവ് പദ്ധതി കണ്ടെടുത്ത് എന്നെ എത്തിച്ചിരിക്കും. അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അടുത്തൊരു വചനം, സുന്ദരമായൊരു വചനമാണ്, 20-ാമത്തെ വാക്യം. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായി അവൻ ചിന്തിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വസിച്ചു, സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മനസ്സിൽ പോലും ഒരു കളങ്കമില്ലാതെ ദൈവത്തെ മുറുകെ പിടിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, ഞാൻ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുകയാണ്. എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനൊരു ഡൗട്ട് വരുന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ ഇത് ചോദ്യങ്ങൾ അനവധിയാണ്. ദൈവം ഇതെന്നെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ മുമ്പിലാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, മനസ്സിൽ ഒരു കളങ്കം പോലും ഇല്ല. എനിക്ക് എൻ്റെ ഈശോയിലുള്ള ട്രസ്റ്റ് ഒരിക്കലും പോയിട്ടില്ല. എൻ്റെ ചിന്തകളിൽ പോലും ഞാൻ കർത്താവിൻ്റെ പദ്ധതിക്കെതിരായി ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഇത് ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കണം. ചിലപ്പോൾ നമ്മൾ പള്ളി പോകുന്നുണ്ടാകും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തകളിൽ ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ അവിടെ ഉണ്ടോ? വിശുദ്ധ കുർബാനയുള്ള വിശ്വാസം, ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളുള്ള വിശ്വാസം, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വിശ്വാസം, പുറത്ത് നമ്മൾ ബൈബിൾ ഉറക്കെ വായിക്കുന്നുണ്ടാകാം, ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടാകാം, വിശുദ്ധ കുർബാനയുടെ സമയത്ത് ചിലപ്പോൾ മുട്ടുകുത്തി തന്നെ മുഴുവൻ സമയം നിൽക്കുന്നുണ്ടാകാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ ഒരു അപകടം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മുമ്പിൽ ആചാരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കതെല്ലാം പ്രകടിപ്പിക്കാം, കാണിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, ചിന്തകളിൽ ഇങ്ങനെ ഒരു പാപം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചിന്തകളിൽ ഈ സ്നേഹം കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം.
ഈശോയെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു പ്രലോഭനം ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് ഒത്തിരി ശ്രദ്ധയോടുകൂടി ജീവിക്കണം. അബ്രഹാം കർത്താവിൻ്റെ പദ്ധതിക്ക് എതിരായിട്ട് ചിന്തിച്ചു പോലുമില്ല. വചനം പറയാണ്. ഇത് അവസാനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ലേ? 20-20 വാക്യം തുടർന്ന് വായിച്ചേ. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടല്ല. പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പാടുകയായിരുന്നില്ല. ഒന്നുമില്ലാത്തൊരു സമയത്ത്, വിശ്വാസം ദുർബലപ്പെട്ടു പോകുന്നൊരു സമയത്ത്, ഉള്ളിലെതിരായിട്ടൊരു ചിന്ത പോലും വരാതെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതുവരെ നടത്തിയവൻ ഇനി നടത്തുമെന്നും, വിളിച്ചിറക്കിയവൻ എത്തിക്കേണ്ടടുത്ത് കൃത്യസമയത്ത് എത്തിക്കുമെന്നും, ഇതിനിടയിൽ വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടായാലും വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനെ ഞാൻ സ്നേഹിക്കുന്നു, അവനെ ഞാൻ അനുസരിക്കുന്നു. ആ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ഒരിക്കലും പിന്നോട്ട് പോവില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് അബ്രഹാം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുകയാണ്. അവൻ ശക്തിപ്പെട്ടു. എങ്ങനെ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രലോഭനങ്ങളോ സങ്കടങ്ങളോ സഹനങ്ങളൊക്കെ വരുമ്പോൾ ശക്തി ചോർന്നു പോയേക്കാം, സ്നേഹം ചോർന്നു പോയേക്കാം, വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അവിടെ എല്ലാം ശക്തി പ്രാപിക്കേണ്ടതിൻ്റെ ഒരു വലിയ മരുന്നാണ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരിക. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നീ ശക്തി പ്രാപിക്കുക. നിന്റെ മുമ്പിൽ ഒരു അത്ഭുതം നടന്നു എന്നതിൻ്റെ പേരിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല. നീ ചോദിച്ചതിന് കൃത്യമായ സമയത്ത് ഉത്തരം കിട്ടിയെന്നതിൻ്റെ പേരിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല. പകരം നീ ശക്തി പ്രാപിക്കേണ്ടത് ദൈവത്തിന് ഇതുവരെ തന്ന എല്ലാത്തിനും വഴി തുറന്നു തന്നതിന്, ഒരു സ്വപ്നമുള്ളിൽ തന്നതിന്, ഈ ജീവൻ തന്നതിന്, ഇന്നിപ്പോൾ ഈ ശ്വാസം എടുക്കുന്നതിന്, ഈ വചനം കേൾക്കാൻ കൃപ തന്നതിന്, ഓരോ കാര്യങ്ങൾക്കും 103 സങ്കീർത്തനം 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ എൻ്റെ ആത്മാവേ കർത്താവിനെ മഹത്വപ്പെടുത്തുക. അവിടുന്ന് ചെയ്ത അനുഗ്രഹം ഒന്നും, അവിടുന്ന് തന്ന അനുഗ്രഹം ഒന്നും മറക്കരുത്. എന്താ നമ്മുടെ മുമ്പിൽ വിശ്വാസ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നേഹത്തിൽ അനുസരണത്തിലൊക്കെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തിപ്പെടേണ്ടത് ഇങ്ങനെയാണ്: ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇപ്പോൾ ഉത്തരം തന്നില്ല, പക്ഷേ ഇതുവരെ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മുറുകെ പിടിക്കുന്നുണ്ട്. എന്തൊക്കെ എനിക്ക് ദുർബലമാകുന്ന സാഹചര്യങ്ങൾ വന്നാലും ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുകയും വിശ്വസിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യും എന്ന് സ്നേഹത്തോടെ പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ഈ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 22 വാക്യം: അതുകൊണ്ട് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നമ്മുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ തീക്ഷ്ണതയും ഒക്കെ നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടുന്നത് ഏതൊരു മൊമെന്റിലാണെന്ന് അറിയോ? ഈ അബ്രഹാമിനെ പോലെ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത സമയത്ത് വിശ്വസിക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിശ്വാസം ദുർബലമാകാതെ പിടിച്ചു നിൽക്കുമ്പോൾ, ഒരു അത്ഭുതം കൺമുമ്പിൽ സംഭവിക്കാത്ത സമയത്തും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായ ഒരു ചിന്ത പോലും മനസ്സിൽ വരാൻ അനുവദിക്കാതിരിക്കുമ്പോൾ, എത്ര സങ്കടങ്ങൾ വന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, അവിടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തിയായിട്ട് മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ എപ്പിസോഡുകളിലൂടെയും വിശ്വാസത്തിൻ്റെ പല മേഖലയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോ ദിവസവും ചിന്തിച്ച് പോകുമ്പോൾ, ഓരോ എപ്പിസോഡുകളിലൂടെയും ഈശോ നമുക്ക് നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ടത് അറിവല്ല. നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ടത് കുറേ അധികം കാര്യങ്ങളല്ല. സ്നേഹം വളരണം. നമ്മുടെ പഠനങ്ങളും നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ പേഴ്സണൽ പ്രയറിൻ്റെയും എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഈശോയുള്ള സ്നേഹം വളരുക. ഈശോയുള്ള സ്നേഹം വളരുമ്പോൾ നല്ലൊരു ബന്ധത്തിലാവും. ആ ബന്ധം, ആ റിലേഷൻഷിപ്പാണ് യഥാർത്ഥ ആത്മീയത, യഥാർത്ഥ ദൈവവിശ്വാസ ജീവിതം, യഥാർത്ഥ ആത്മീയ ജീവിതം, യഥാർത്ഥ വിശ്വാസ ചൈതന്യം നമ്മൾ പ്രകടമാക്കുന്നത് തീർച്ചയായിട്ടും ഈശോയുള്ള ബന്ധത്തിലാണ്. ആ ബന്ധം വളർന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ദുർബലമാവില്ല. ആ ബന്ധം നല്ലതാണെങ്കിൽ നമ്മുടെ സ്നേഹം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. ആ ബന്ധം നല്ലതാണെങ്കിൽ നമുക്ക് അനുസരണക്കേട് ഉണ്ടാവില്ല. കർത്താവിനെ അനുസരിക്കും, അവിടുത്തെ വചനത്തെ അനുസരിക്കും, അവിടുന്ന് സ്ഥാപിച്ച കൂദാശകളോട് ചേർന്ന് നിൽക്കും. അവിടുത്തെ ശരീരമാകുന്ന സഭയോടും അവിടുന്ന് സംസാരിച്ച അവിടുത്തെ വാക്കുകളോടും നമുക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റും. ദൈവാനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ വചനവും, ചിന്തിക്കുന്ന ഓരോ കുഞ്ഞു കാര്യവും 30 60 അല്ല, 100 മേനി ഫലം നമ്മുടെ ജീവിതത്തിൽ ചൂടട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന കാര്യങ്ങളും ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഘോഷയാത്രയെക്കുറിച്ചല്ല പറയുക. ഏറ്റവും പ്രധാനമായിട്ടും ഈശോ സ്വന്തം ജീവൻ ബലികഴിച്ച് നമുക്ക് വേണ്ടി എല്ലാം നേടിത്തന്നത്, നമ്മുടെ ജീവൻ തന്നെ നമുക്ക് നേടിത്തന്നത് ഈശോയാണെന്നുള്ള ആ ഒരു വിശ്വാസം വളരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. യോഹന്നാൻ ശ്ലീഹയെ പോലെ നമുക്കിത് ഏറ്റു പറയാം: കർത്താവാണ്,
ഇറ്റ് ഈസ് ദ ലോഡ്. എൻ്റെ ജീവിതത്തെ മുഴുവൻ നയിക്കുന്നത് എൻ്റെ കർത്താവാണെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കാം. അബ്രഹാമിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കാൻ ഒരു സെൽഫ് സറണ്ടർ, എല്ലാം സമർപ്പിച്ച ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.